എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല. ഞാൻ ഡെയിലി ഉപയോഗിക്കാറുള്ള 2 ടൈപ്പ് പാത്രങ്ങളുടെ ഒരു റിവ്യൂ ആയിട്ടാണ്. 2 ടൈപ്പ് പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ കാസ്റ്റ് അയണും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ വീഡിയോസിൽ ഞാനിത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കമൻസിലൂടെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ള ഈ ഒരു പാത്രമാണ്. ഇത് കാസ്റ്റ് അയൺ പാത്രമാണ്. കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പാണിത്. അപ്പോൾ ഞാനിത് വാങ്ങിയത് ഐക്കയിൽ നിന്നാണ്, ഐക്യ സ്വീഡൻ. അപ്പോൾ ഈ ഒരു പാത്രം എനിക്ക് കിട്ടിയപ്പോൾ തന്നെ നല്ല സീസൺഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. സീസൺഡ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മയപ്പെടുത്തി എടുത്തിട്ട് തന്നെയാണ് കടയിൽ വിൽക്കാനായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ എനിക്കിത് എക്സ്ട്രാ എഫേർട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല ഇത് മയക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാൻഡിൽ വന്നിട്ട് തടിയിലാണുള്ളത്, അതിൻ്റെ എൻഡ് പോർഷൻ വന്നിട്ട് കാസ്റ്റ് അയണിലും. പിന്നെ ഇതിൻ്റെ സൈഡിലും താഴെയും ഇതുപോലെ ഒരു വൈറ്റ് കോട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാത്രം ഏത് യൂസിന് വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ ഇതിൽ ദോശ ഉണ്ടാക്കാറുണ്ട്, മീൻ വറക്കും, അതുപോലെ തന്നെ കറികൾ എന്ന് വേണ്ട നമുക്ക് കുക്കിങ്ങിൽ ഏത് ടൈപ്പ് ഓഫ് ഫുഡും ഇതിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന തവികൾ എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മൾ മെറ്റലിൻ്റെ തവി ഇതിൽ യൂസ് ചെയ്യാം. ഇതിൽ സ്ക്രാച്ചൊന്നും വീഴില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ തവി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതുപോലത്തെ തടിയുടെ തവിയും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ തടിയുടെ തവി സാധാരണ കാസ്റ്റ് അയണിൽ യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. കാരണം നല്ല ചൂടായത് കാരണം അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇത് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കറികളൊക്കെ വെച്ചതിന് ശേഷം ഇതിൽ ദോശയൊക്കെ ചുടുകയാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനതിലേക്ക് സവാള അല്ലെങ്കിൽ ഒരു മുട്ടയുടെ മഞ്ഞ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ ഇളകി വരാറുണ്ട്. അതുപോലെ തന്നെ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് എണ്ണയിൽ ടിഷ്യൂ പേപ്പർ ഒന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ വളരെ ക്ലീനായിട്ട്, അതുപോലെ തന്നെ തുരുമ്പ് പിടിക്കാതെ വളരെ ക്ലീനായിട്ട് തന്നെ ഇരിക്കാറുണ്ട്. പിന്നെ ഇത് നമ്മൾ കൈവച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. ഡിഷ് വാഷറിൽ വെക്കാറില്ല, കാരണം ഇതിൻ്റെ തടി ഹാൻഡിലിൻ്റെ ഗ്ലേസിങ് പോവും. തന്നെയല്ല ഡിഷ് വാഷറിൽ ഇത് കുറച്ച് ഹെവിയാണ്. അപ്പോൾ നമ്മൾ കൈവച്ചിട്ട് സാധാരണ ഡിഷ് വാഷർ ഉപയോഗിച്ചാണ് ഇത് കഴുകാറുള്ളത്. കാസ്റ്റ് അയൺ പാത്രം യൂസ് ചെയ്യുമ്പോൾ അതിൽ തക്കാളി അതുപോലെയുള്ള അസിഡിക് ആയിട്ടുള്ള ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ ഇതിലെ മെറ്റാലിക് ടേസ്റ്റ് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എനിക്കധികം അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, കാരണം ഇത് നന്നായിട്ട് സീസൺഡ് ആയത് കാരണം ഞാൻ തക്കാളി ഒക്കെ ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഫുഡ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കരുത് എന്നാണ് പറയുന്നത്. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇത് ഫുഡിലേക്ക് മെറ്റാലിക് ടേസ്റ്റ് വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇതിൽ സ്റ്റോർ ചെയ്തും വെക്കാറുണ്ട്, കാരണം ഇത് നല്ലതായിട്ട് സീസൺഡ് ആണ്. അപ്പോൾ നല്ലതായിട്ട് സീസൺഡ് അല്ലെങ്കിലാണ് നമ്മൾ എങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്. നിങ്ങൾ സാധാരണ കടകളിൽ നിന്ന് കാസ്റ്റ് അയണിൻ്റെ ചീനിച്ചട്ടിയോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ അത് നമ്മൾക്ക് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം മയപ്പെടുത്തി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് മയപ്പെടുത്തി എടുക്കാവുന്നതാണ്. ഇത് മയപ്പെട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കുക്കിങ്ങിൽ. നല്ലതായിട്ട് ചൂട് പെട്ടെന്ന് തന്നെ ആകും. അതുകൊണ്ട് വളരെ നല്ലതാണ് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ നേരത്തെ പറഞ്ഞതുപോലെ മീൻ വറക്കാറുണ്ട്, ദോശ, ചപ്പാത്തി, അതുപോലെ തന്നെ കറികളെല്ലാം വെക്കാറുണ്ട്. അപ്പോൾ ഏത് യൂസിനും ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാനാണ്. അപ്പോൾ ഈ ഒരു പാൻ വാങ്ങി അതിൻ്റെ നല്ല ഒരു ഫീഡ്ബാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത് മറ്റൊരു കാസ്റ്റ് അയണിൻ്റെ ഇതുപോലെയുള്ളൊരു പാത്രം കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ അടപ്പ് വന്നിട്ട് കാസ്റ്റ് അയൺ തന്നെയാണ്. പിന്നെ ഇതിൽ തടിയുടെ ഹാൻഡിലൊന്നുമില്ല, ഇത് ഫുള്ളായിട്ടും കാസ്റ്റ് അയണിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളും നന്നായിട്ട് സീസൺഡ് തന്നെയാണ്. അപ്പോൾ ഇതിന് പുറത്തായിട്ട് ഒരു വൈറ്റ് കോട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാത്രം നമുക്ക് നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാനിത് എടുക്കാറ്. പിന്നെ ഇത് തടിയുടെ ഹാൻഡിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഓവൻ സേഫുമാണ്. അപ്പോൾ ഇതും ഐക്കയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നതാണ്.
അടുത്തായിട്ട് കാണിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ പാനുകളാണ്. അപ്പോൾ ഈ ഒരു പാത്രം വന്നിട്ട് കുറച്ച് നോൺ സ്റ്റിക്ക് ടൈപ്പിലുള്ള ഒരു സ്റ്റീലാണ്. ഇതിൽ നമ്മൾ അധികം ഒട്ടിപ്പിടിക്കില്ല. ഏത് ടൈപ്പിലുള്ള തോരൻ അതുപോലെ ഉള്ള ഇതൊക്കെ വെക്കാനായിട്ട് ഈ ഒരു പാന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ മീൻ വറുക്കുകയാണെങ്കിൽ കുറച്ച് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് വളരെ കട്ടി കുറഞ്ഞ ഫ്ലഷിലുള്ള മീനൊക്കെ നമ്മളിതിൽ വറുക്കുകയാണെങ്കിൽ കുറച്ചിതിൽ ഒട്ടിപ്പിടിക്കാറുണ്ട്. പിന്നെ ഇത് ഓവൻ സേഫാണ്, അതുപോലെ തന്നെ ഡിഷ് വാഷർ സേഫാണ്. നമുക്ക് അതായത് ഇൻഡക്ഷൻ കോയിലും ഒക്കെ വെക്കാൻ പറ്റിയൊരു പാത്രമാണ്. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു സ്റ്റീലിൻ്റെ പാനാണിത്. അപ്പോൾ ഈ ഒരു പാൻ വന്നിട്ട് നോൺ സ്റ്റിക്ക് ടൈപ്പ് അല്ല, ഇത് സാധാ സ്റ്റെയിൻലെസ് ടൈപ്പാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഒട്ടിപ്പിടിക്കലുണ്ട്. അതായത് നമ്മളിപ്പം ചിക്കനൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചടിയിൽ ഒട്ടിപ്പിടിക്കും നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ. ഇതും അതുപോലെ തന്നെ ഓവൻ സേഫാണ്. ഡിഷ് വാഷറും ഇൻഡക്ഷൻ കോയിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പാനാണിത്. അപ്പോൾ ഈ ഒരു പാൻ ഓവൻ സേഫ് എന്ന് പറയുമ്പോൾ ഞാൻ OTG ഓവൻ്റെ കാര്യമാണ് പറഞ്ഞത്. OTG ഓവനിൽ നമ്മൾ സാധാരണ സ്റ്റീൽ പാത്രവും വെക്കാറുണ്ട്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓവനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഏതൊക്കെ പാത്രങ്ങൾ വെക്കാം എന്നൊക്കെ ഞാൻ അതിൽ പറയുന്നതാണ്. പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ ഹാൻഡിൽ വന്നിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, നമുക്ക് കൈ അധികം ചൂടാവില്ല കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ഹാൻഡിലുള്ള പാത്രം ഓവനിൽ വെച്ചാൽ എങ്ങനെയിരിക്കും ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന 4 ടൈപ്പ് പാനുകൾ. അപ്പോൾ 2 എണ്ണം കാസ്റ്റ് അയൺ ആണ്, 2 എണ്ണം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഹെൽത്തിന് ഒന്നുകൂടെ നല്ലത് ഇതുപോലുള്ള സ്റ്റീലും കാസ്റ്റ് അയണും ഒക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂടാകും തോറും അതിൻ്റെ കോട്ടിങ് പോയിട്ട് നമുക്ക് അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് സ്റ്റീലും കാസ്റ്റ് അയണും ആണ്. അതുപോലെ തന്നെ അലുമിനിയം പാത്രങ്ങളും കഴിവതും യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു 2 ടൈപ്പ് പാനിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഈ 4 പാത്രങ്ങൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് സ്വീഡൻ ഐക്കിയയിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സും അഭിപ്രായങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്